വടക്കേ അമേരിക്കയുടെ തെക്ക് പടിഞ്ഞാറ് ആണി അടിച്ചുവെച്ച പലക കഷ്ണം പോലിരിക്കുന്ന ഈ സംസ്ഥാനമാണ് ടെന്നസി, വിസ്കിയുടെ ലോക തലസ്ഥാനം, വിസ്കി പ്രേമികളുടെ തീർത്ഥാടന കേന്ദ്രം. ഏറെ കേട്ടിട്ടും കണ്ടിട്ടും കൊതിച്ചിട്ടുമുള്ള ജാക്ക് ഡാനിയൽസ്, ഷാറ്റനൂഗ, ഫറാർ, ഡിയാജിയോ, ബെഞ്ചമിൻ പ്രിച്ചാർഡ്സ് തുടങ്ങി 100-ലേറെ വിസ്കി ബ്രാൻഡുകൾ ജനിച്ചതും വളർന്നതും ഈ സംസ്ഥാനത്താണ്. ഈ ബ്രാൻഡുകളെല്ലാം പൊതുവിൽ ടെന്നസി വിസ്കി എന്നറിയപ്പെടുന്നു. കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ ടെന്നസിയിൽ നിന്നുള്ള വിസ്കി ബ്രാൻഡുകൾക്ക് പോലും ടെന്നസി വിസ്കി എന്ന ബ്രാൻഡ് സ്ലോഗൻ ഉപയോഗിക്കാനാകൂ. ഇതേ ടെന്നസിയിലെ നോക്സ്വില്ലയിലാണ് വിസ്കിയിൽ ഒഴിച്ചു കുടിക്കാനുള്ള സോഡ നാരങ്ങാ വെള്ളം എന്ന രൂപത്തിൽ മൗണ്ടൻ ഡ്യൂ പിറന്നു വീണത്. വീഡിയോ ഗെയിമർമാരുടെ ഇഷ്ടപാനീയം എന്ന പേര് കേട്ട ഗെയിം ഫ്യൂവൽ എന്ന് ചെല്ലപ്പേരുള്ള മൗണ്ടൻ ഡ്യൂവിന്റെ ആ കഥ പറയാം. ശരിക്കും ഈ കഥ തുടങ്ങേണ്ടത് ടെന്നസിയിൽ നിന്നല്ല, ജോർജിയയിൽ നിന്നാണ്. ടെന്നസിക്കും തെക്ക് പടിഞ്ഞാറ് തണുത്തു മരവിച്ച് കിടക്കുന്ന ജോർജിയയിലെ ഓഗസ്റ്റയിൽ നിന്നും 1938 ബാർണി ഹാർട്ട്മാൻ, ആലി ഹാർട്ട്മാൻ എന്നീ 2 സഹോദരങ്ങൾ ടെന്നസിയിലേക്ക് പോകുന്നു. തണുത്തുറഞ്ഞു പോയ ഹിവാസി നദി കുറുകെ കടന്ന് അവരെത്തി നിന്നത് ടെന്നസിയിലെ നോക്സ്വില്ലയിലായിരുന്നു. യഥാർത്ഥത്തിൽ ആഗസ്റ്റയിൽ തങ്ങൾ നടത്തിയിരുന്ന ഓറഞ്ച് ജ്യൂസ് കമ്പനി പൊട്ടിപ്പാളീസായതിന് പിന്നാലെ ആലിയും ബാർണിയും ടെന്നസിയിലേക്ക് മുങ്ങുകയായിരുന്നു എന്ന് വേണം പറയാൻ. വിസ്കി തലസ്ഥാനമായ ടെന്നസിയിൽ ചെറിയ പരിപാടികൾ എന്തെങ്കിലും നടത്തി കാലം കഴിക്കുക എന്നതായിരുന്നു ഇരുവരുടെയും ഉദ്ദേശം. അങ്ങനെ ടെന്നസിയിലെ നോക്സ്വില്ലയിൽ പൂട്ടിക്കിടക്കുന്ന വിസ്കി ബോട്ട്ലിംഗ് കമ്പനികളിൽ ഏതെങ്കിലും ചെറിയ തുക മുടക്കി ഏറ്റെടുത്ത് ജോർജിയയിൽ തങ്ങൾ നടത്തിയിരുന്ന ഓറഞ്ച് ജ്യൂസ് പരിപാടി ടെന്നസിയിൽ ആരംഭിക്കാൻ ആലിയും ബാർണിയും തീരുമാനിക്കുന്നു. ആ അന്വേഷണം എത്തി നിന്നത് ഈസ്റ്റ് നോക്സ്വില്ലയിലെ മാഗ്നോളിയ അവന്യൂവിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ ടെന്നസി വിന്റേജ് വിസ്കി ബോട്ട്ലിംഗ് പ്ലാന്റിന് മുന്നിലായിരുന്നു. ആലിയും ബാർണിയും ടെന്നസി വിന്റേജ് ബോട്ട്ലിംഗ് പ്ലാന്റ് വിലപേശി വാങ്ങി. ജോർജിയയിലെ പരമ്പരാഗത ഓറഞ്ച് കർഷകരായിരുന്നു ആലിയുടെയും ബാർണിയുടെയും കുടുംബം. തണുപ്പുകാലത്ത് വിളവെടുക്കുന്ന ടൺ കണക്കിന് ഓറഞ്ച് ആർക്കും വേണ്ടാതെ കേടായി പോകുന്നത് തടയാൻ ഇരുവരും ചേർന്ന് ചെറുപ്പത്തിലെ ഒരു വഴി കണ്ടെത്തിയിരുന്നു: ഓറഞ്ച് ക്രഷ് നിർമ്മിക്കുക. ആദ്യം വീട്ടിനുള്ളിൽ സ്ഥാപിച്ച ഓറഞ്ച് ക്രഷ് യൂണിറ്റ് ഇരുവരും ഒരു കമ്പനി സ്ഥാപിച്ച് അങ്ങോട്ടേക്ക് മാറ്റിയപ്പോൾ സംരംഭം പൊളിഞ്ഞുവെന്ന് മാത്രം. അങ്ങനെ ടെന്നസിയിലെത്തിയപ്പോഴും ഓറഞ്ച് ക്രഷിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാണ് ആലിയും ബാർണിയും തീരുമാനിച്ചത്. എന്നാൽ ജോർജിയയിലേതുപോലെ ഓറഞ്ച് വളരുന്ന സംസ്ഥാനമല്ല ടെന്നസി. രണ്ടുപേരും ചേർന്ന് പഴയ ബോട്ട്ലിംഗ് പ്ലാന്റ് വാങ്ങി ഹാർട്ട്മാൻ ബ്രദേഴ്സ് ഡിസ്റ്റിലറീസ് എന്ന് പേരും നൽകി ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വർഷം 2 കഴിഞ്ഞു. തെക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ മൂൺഷൈൻ എന്നൊരു കിടിലൻ ലഹരി പാനീയം കൊടുങ്കാറ്റ് പോലെ ട്രെൻഡിംഗ് ആയ സമയമായിരുന്നു അത്. 2 നൂറ്റാണ്ടിലേറെയായി പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു അപ്പലേഷ്യൻ ലഹരി പാനീയമാണ് മൂൺഷൈൻ. വീട്ടിൽ തന്നെ വാറ്റിയുണ്ടാക്കുന്ന നമ്മുടെ നാടൻ വാറ്റുചാരായത്തിന്റെ 4 ഇരട്ടി കടുപ്പമുള്ള ഫുൾ ഡിഗ്രി പ്രൂഫ് മദ്യമാണ് മൂൺഷൈൻ. അമേരിക്കയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലമായിരുന്ന ഗ്രേറ്റ് ഡിപ്രഷനിൽ ഈ ചെലവ് കുറഞ്ഞ മദ്യം വൻ പ്രചാരം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സംസ്ഥാനങ്ങൾ നിയമം മൂലം നിരോധിച്ചതാണെങ്കിലും ടെന്നസിയിലെമ്പാടും രഹസ്യമായി നിരവധി മൂൺഷൈൻ ബാറുകൾ ഉണ്ടായിരുന്നു. സാധാരണയായി സായിപ്പ് വെള്ളം തൊടാതെയാണ് ആൽക്കഹോൾ വിഴുങ്ങാറെങ്കിലും എന്തെങ്കിലും കൂടെ ഒഴിക്കാതെ മൂൺഷൈൻ എന്ന കട്ടച്ചാരായം താഴേക്കിറക്കുന്നത് അസാധ്യമായിരുന്നു. നാരങ്ങാസത്തും പഞ്ചസാര വെള്ളവുമാണ് അക്കാലങ്ങളിൽ ടെന്നസിയിലെ മൂൺഷൈൻ കോമ്പിനേഷൻ. ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഒരു കൈ നോക്കിയാലോ എന്നായി ആലിയുടെയും ബാർണിയുടെയും ചിന്ത. മൂൺഷൈനിൽ ഒഴിച്ചു കുടിക്കാൻ പറ്റുന്ന ഒരു ലൈം സോഡ. അങ്ങനെ ഇരുവരും ചേർന്നൊരു ഫോർമുല തയ്യാറാക്കി. ജോർജിയയിൽ വെച്ച് തന്നെ തങ്ങളുടെ ഇഷ്ട കോളയായിരുന്ന നാച്ചുറൽ സെറ്റപ്പിന്റെ രുചിയാണ് അവർ റഫറൻസിനായി തിരഞ്ഞെടുത്തത്. തെളിഞ്ഞ സോഡയിൽ സിട്രസ് ലെമണിന്റെ സത്ത് ചേർത്ത് അല്പം മാത്രം മധുരത്തോടെയുള്ള സോഡ. മൂൺഷൈനിന് കിടിലൻ കോമ്പിനേഷൻ. 1940 ആദ്യ ബാച്ച് പുറത്തിറങ്ങി. അണ്ടർഗ്രൗണ്ട് മൂൺഷൈൻ ബാറുകളിൽ പുതിയ ലൈം സോഡ ഹിറ്റായി. ചെറിയ ബാച്ചുകളിലായി 100 കണക്കിന് ബോട്ടിലുകൾ ചിലവായെങ്കിലും ഒരു പേരില്ലാതെയായിരുന്നു വിൽപ്പന. അനധികൃത ബാറുകളിലാണ് ലൈം സോഡ ചിലവായത് എന്നതിനാൽ പേരിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. മൂൺഷൈനിന് മാത്രമല്ല, ടെന്നസിയിലെ ബർബൺ വിസ്കികൾക്കെല്ലാം മികച്ച കോമ്പിനേഷൻ ആയിരുന്നു അവരുടെ സിട്രസ് ലൈം സോഡ. പ്രത്യേകിച്ച് അന്ന് ഏറെ പ്രചാരത്തിലുണ്ടായിരുന്ന ഓൾഡ് ടൈലർ ബർബൺ വിസ്കിക്കൊപ്പം മാരക രുചിയായിരുന്നു ഇതിന്. എന്നാൽ ആലിക്കും ബാർണിക്കും മുന്നിൽ പ്രതിസന്ധികളുടെ കാർമേഘം വീണ്ടും ഉരുണ്ടുകൂടി. ആ ചെറിയ ടൗണിനപ്പുറം അവരുടെ കോക്ടെയിൽ പാനീയം വളരുന്നുണ്ടായിരുന്നില്ല. ചെറിയ ബാച്ചുകളിലായി തയ്യാറാക്കുന്ന 1000-ഓ 2000-ഓ കുപ്പികൾ വിൽക്കാൻ മാസങ്ങളെടുക്കും. തൊഴിലാളികളെ സ്ഥിരമായി പിടിച്ചു നിർത്താൻ സാധിക്കാത്ത നില വന്നു. നോക്സ്വില്ലയിൽ ആകെയുള്ള 20-30 അണ്ടർഗ്രൗണ്ട് ചാരായ ഷാപ്പുകളിൽ മാത്രം വിറ്റാൽ തങ്ങളുടെ സോഡ എവിടെയും എത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി. പൊതുവിപണിയിലേക്ക് ഇറങ്ങിയാലേ പിടിച്ചു നിൽക്കാനാവൂ. അതിനൊരു പേര് വേണം. പ്രൊഡക്റ്റ് റീബ്രാൻഡിംഗ് നടത്തണം. വിപണന ശൃംഖല ശക്തിപ്പെടുത്തണം. 1948 നോക്സ്വില്ലയിൽ നിന്നും ടെന്നസിയിലെ തന്നെ ജോൺസൺ സിറ്റിയിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയിലാണ് ഹാർട്ട്മാൻ സഹോദരങ്ങൾ ചാൾസ് ഗോർഡനെ പരിചയപ്പെടുന്നത്. ടെന്നസിയിലെ തന്നെ ഡോക്ടർ ഇനൂഫ് എന്ന ലൈം സോഡ കമ്പനിയുടെ സഹസ്ഥാപകനായിരുന്നു ചാൾസ് ഗോർഡൻ. സഹോദരങ്ങൾ ഇരുവരും ഗോർഡനെ ആരാധനയോടെ പോയി പരിചയപ്പെട്ടു. തങ്ങളുടെ സോഡയുടെ സാമ്പിളും നൽകി. ഇത് പൊതുവിപണിയിൽ അവതരിപ്പിക്കാൻ ഉപദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ആ സ്പോട്ടിൽ ചാൾസ് ഗോർഡൻ നൽകിയ പേരാണ് മൗണ്ടൻ ഡ്യൂ, നമ്മൾ ഇന്നറിയുന്ന മൗണ്ടൻ ഡ്യൂ. മൂൺഷൈൻ ചാരായത്തിന് അപ്പലേച്ചിയൻ പർവ്വത നിരകളിൽ വിളിച്ചിരുന്ന ചെല്ലപ്പേരാണ് മൗണ്ടൻ ഡ്യൂ. പർവ്വതങ്ങളിൽ നിന്നും ഊറി വരുന്ന മഞ്ഞിൻ തുള്ളി പോലൊരു പാനീയം. മൗണ്ടൻ ഡ്യൂ ഇതേ രൂപത്തിൽ വിപണിയിൽ അവതരിപ്പിക്കാൻ സാധിക്കില്ലെന്നും ഫ്ലേവറിൽ മാറ്റം വേണമെന്നും ചാൾസ് ഗോർഡൻ ഉപദേശിച്ചിരുന്നു. അങ്ങനെയാണ് മൗണ്ടൻ ഡ്യൂവിലേക്ക് കഫീൻ കൂടി ചേർത്ത് രുചിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയത്.
1948 വേനൽക്കാലത്ത് ഗാറ്റ്ലിൻബർഗിലെ ബോട്ട്ലേഴ്സ് കൺവെൻഷനിൽ പുതിയ മൗണ്ടൻ ഡ്യൂ അവതരിപ്പിക്കപ്പെട്ടു. പക്ഷെ തണുപ്പൻ പ്രതികരണമായിരുന്നു. എന്നാൽ തോറ്റു പിന്മാറാൻ ആലിയും ബാർണിയും തയ്യാറല്ലായിരുന്നു. മൗണ്ടൻ ഡ്യൂ ഒരു ഫണ്ണി ഡ്രിങ്ക് ആണ് എന്നതിനാൽ തമാശകൾ നിറഞ്ഞ ക്യാച്ച് വേർഡുകളും ഒരു കാർട്ടൂൺ കഥാപാത്രവും സ്വന്തമായി വേണമെന്ന് അവർക്ക് തോന്നി. അങ്ങനെ മൗണ്ടൻ ഡ്യൂവിന്റെ ഐക്കണായ വില്ലി ദി ഹിൽബില്ലി ജനിച്ചു. ഇരുവരുടെയും സുഹൃത്ത് ജോൺ ബ്രിഷട്ടോയാണ് കാർട്ടൂൺ കഥാപാത്രത്തെ വരച്ചു നൽകിയത്. ഒരു ബ്രാൻഡിന്റെ മാസ്കോട്ട് ആ ബ്രാൻഡിനേക്കാൾ പ്രചാരം നേടുന്ന ആദ്യ കാഴ്ച കണ്ടത് മൗണ്ടൻ ഡ്യൂവിന്റെ കാര്യത്തിലായിരുന്നു. ഹിൽബില്ലി അമേരിക്കയിലെമ്പാടും പ്രചരിച്ചു. ഹിൽബില്ലി കുട്ടികൾക്കിടയിൽ ഹരമായി. എന്നാൽ മൗണ്ടൻ ഡ്യൂ ആർക്കും വേണ്ടായിരുന്നു. അനധികൃത വാറ്റുചാരായ വിൽപ്പന കേന്ദ്രങ്ങളിൽ മൂൺഷൈനിനൊപ്പം ഒഴിച്ചുകൂട്ടിയിരുന്ന മൗണ്ടൻ ഡ്യൂ തങ്ങളുടെ സ്റ്റോറുകളിൽ വയ്ക്കാൻ കച്ചവടക്കാരും തയ്യാറായില്ല. തങ്ങളുടെ ഉൽപ്പന്നം ശൈശവ ദിശയിലെ പരാജയപ്പെട്ടുവെന്ന് ഹാർട്ട്മാൻ സഹോദരങ്ങൾക്ക് മനസ്സിലായി. അവർ ചാൾസ് ഗോർഡനെ വീണ്ടും പോയി കണ്ടു. ഡോക്ടർ നൂഫ് കോള ബ്രാൻഡിന്റെ കൂടെ മൗണ്ടൻ ഡ്യൂവും വിൽക്കാൻ ഒടുവിൽ അവർ ധാരണയായി. അങ്ങനെ മൗണ്ടൻ ഡ്യൂ ടെന്നസിയിലെ ട്രൈ സിറ്റീസ് ബീവറേജസിന്റെ നിയന്ത്രണത്തിലായി. ഹാർട്ട്മാൻ സഹോദരങ്ങൾക്ക് തങ്ങളുടെ സ്വപ്നമായ കോള ഏതാണ്ട് ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ ട്രൈ സിറ്റീസ് ബീവറേജസിനും മൗണ്ടൻ ഡ്യൂ ഒരു ബാധ്യതയായിരുന്നു. സെന്റ് ലൂയിസിൽ നിന്നും ചാൾസ് ലീപ്പർഗ്രിഗ് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവന്ന ബിബ് ലേബൽ ലിതിയേറ്റഡ് ലെമൺ ലൈം സോഡ എന്ന സെവനപ്പും ജർമ്മനിയിലെ ബവേറിയയിൽ നിന്നും അമേരിക്കയിലേക്ക് ഒഴുകിയെത്തിയ സ്പ്രൈറ്റും ഫാൻഡയും മത്സരിക്കുന്ന വിപണിയിൽ പിടിച്ചു നിൽക്കാനാകാതെ മൗണ്ടൻ ഡ്യൂ പതി അസ്തമിക്കുകയായിരുന്നു. 12 വർഷം മുടന്തി നീങ്ങിയ മൗണ്ടൻ ഡ്യൂ ഇനിയും ചുമക്കാൻ നിർവാഹമില്ലാതെ ട്രൈ സിറ്റീസ് ബീവറേജസ് 1961 ഈ ബ്രാൻഡിന്റെ എല്ലാ അവകാശങ്ങളും വെർജീനിയയിലുള്ള ടിപ്പ് കോർപ്പറേഷന് ചില്ലറ കാശിന് വിറ്റു. വെറും $1,500. ഇന്ന് $4 ബില്യൺ, അതായത് 32,000 കോടി രൂപ ബ്രാൻഡ് മൂല്യമുള്ള മൗണ്ടൻ ഡ്യൂ അതിന്റെ ഉടമകൾ വിറ്റത് ഇന്നത്തെ മൂല്യം കണക്കാക്കിയാൽ വെറും 1,25,000 രൂപയ്ക്ക്. എന്തായാലും ടിപ്പ് കോർപ്പറേഷൻ മൗണ്ടൻ ഡ്യൂവിന്റെ രുചിയിലും ബ്രാൻഡിങ്ങിലും എല്ലാം പാട് പരിഷ്കരണങ്ങൾ വരുത്തി. അതിന്റെ ക്ലാസിക് നിയോൺ പച്ചനിറം അങ്ങനെ ലഭിച്ചതാണ്. പുതിയ ലോഗോകളും പരീക്ഷിച്ചു. അങ്ങനെ 3 വർഷം പോയി. സെന്റ് ലൂയിസിലെ സെവനപ്പും ജർമ്മനിയിലെ ഫാൻഡയും സ്പ്രൈറ്റും ടെക്സാസിൽ നിന്നുള്ള ഡോക്ടർ പെപ്പറും എല്ലാം വിപണി കീഴടക്കുന്നത് ഒരു കൂട്ടർ ആകാംക്ഷയോടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. സാക്ഷാൽ പെപ്സിക്കോ. ക്ലിയർ ലെമണേഡ് സെഗ്മെന്റിലേക്ക് തങ്ങൾക്ക് ഒരു എൻട്രി വേണമെന്നത് അവരുടെ ഏറെക്കാലമായുള്ള ആവശ്യവുമായിരുന്നു. അങ്ങനെയാണ് ടെന്നസിയിലെ ഈ ലോക്കൽ കോളയിലേക്ക് അവരുടെ ശ്രദ്ധ എത്തിയത്. കൃത്യസമയത്ത് അവർ നീക്കം നടത്തി. 1964 ടിപ്പ് കോർപ്പറേഷനെ പെപ്സിക്കോ ഏറ്റെടുത്തതോടെ മൗണ്ടൻ ഡ്യൂവിന്റെ ഐതിഹാസിക ലോക പര്യടനം ആരംഭിച്ചു. പെപ്സിക്കോയ്ക്ക് കൃത്യമായ പദ്ധതികൾ ഉണ്ടായിരുന്നു. 70കളിലെ ക്ഷുഭിത യൗവനത്തിന് വേണ്ടിയാണ് അവർ മൗണ്ടൻ ഡ്യൂവിനെ റീഡിസൈൻ ചെയ്തത്. വാൾ സ്ട്രീറ്റിലെ വൈറ്റ് കോളർ ചെറുപ്പക്കാർക്കിടയിലും മാഡിസൺ അവന്യൂവിലെ ഹിപ്പികൾക്കിടയിലും ഒരേ സ്വീകാര്യത കിട്ടാൻ ഇത് മൗണ്ടൻ ഡ്യൂവിനെ സഹായിച്ചു. 1996ലും 98ലും 2005ലും പെപ്സിക്കോ മൗണ്ടൻ ഡ്യൂ ലോഗോകൾ പരിഷ്കരിച്ചു. സൈഡ് കിക്ക് ബോട്ടിലുകളും ഡ്യൂ ഗ്രാഫിക്സുകളും മൗണ്ടൻ ഡ്യൂവിന്റെ വ്യക്തിത്വം വളരെ വേഗം ഉറപ്പിച്ചു. ഇതിനിടയ്ക്ക് നിരവധി മൗണ്ടൻ ഡ്യൂ വേരിയന്റുകൾ പെപ്സിക്കോ പുറത്തിറക്കി. കോഡ് റെഡ്, ലൈവ് വയർ, വോൾട്ടേജ്, ബായ ബ്ലാസ്റ്റ്, പിച്ച് ബ്ലാക്ക്, സൂപ്പർനോവ ടൈഫൂൺ, ഗെയിം ഫ്യൂവൽ തുടങ്ങി നിരവധി വേരിയന്റുകൾ. ഡോറിറ്റോസ്, ടാക്കോബെൽ തുടങ്ങിയ വമ്പൻ ബ്രാൻഡുകളുമായുള്ള കൊളാബറേഷൻ ഡ്രിങ്കുകളും പുറത്തിറക്കിയിട്ടുണ്ട് മൗണ്ടൻ ഡ്യൂ. NBA, നാസ്കാർ തുടങ്ങിയ ഇവന്റുകളുടെ സ്പോൺസർഷിപ്പും റെഡ് ബുള്ളുമായി മത്സരിക്കുന്ന അഡ്വഞ്ചർ സ്പോർട്സ് ഓർഗനൈസേഷനുമെല്ലാം മൗണ്ടൻ ഡ്യൂവിന്റെ പ്രൊമോഷന് വേണ്ടി പെപ്സിക്കോ ഉപയോഗിക്കുന്നു. ഗെയിമർമാരുടെ ഫേവറേറ്റ് ഡ്രിങ്ക് എന്ന പ്രചാരണം പെപ്സിക്കോയ്ക്ക് ഏറെ ഗുണം ചെയ്തു. ഗെയിം ഫ്യൂവൽ സീരീസിൽ നിരവധി ലിമിറ്റഡ് എഡിഷൻ വേരിയന്റുകൾ മൗണ്ടൻ ഡ്യൂ പുറത്തിറക്കിയിരുന്നു. എല്ലാം മാർക്കറ്റിൽ വിജയിച്ചു. മൗണ്ടൻ ഡ്യൂവിന്റെ പഴയ പാരമ്പര്യം മറന്നില്ല പെപ്സിക്കോ. ബോസ്റ്റൺ ബിയർ കമ്പനിയുമായി ചേർന്ന ഫ്യൂഷൻ മൗണ്ടൻ ഡ്യൂ ആൽക്കഹോളിക് ഡ്രിങ്കും അവർ പുറത്തിറക്കിയിരുന്നു. 1989 വേനൽക്കാലത്ത് ഇന്ത്യയിലെത്തിയതാണ് മൗണ്ടൻ ഡ്യൂ. ഇന്ന് ഇന്ത്യയിലെ സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റിന്റെ 5 മുതൽ 6% വരെ മാർക്കറ്റ് ഷെയർ അവർക്കുണ്ട്. ഇതിനിടെ ചില വിവാദങ്ങളും മൗണ്ടൻ ഡ്യൂവിനെ പിടികൂടി. അതിലൊന്ന് മൗണ്ടൻ ഡ്യൂവിൽ ഉപയോഗിക്കുന്ന ഹൈ ഫ്രൂട്ടോസ് കോൺ സിറപ്പിനെ കുറിച്ചായിരുന്നു. അതീവ ഗുരുതരമായ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്ന ഇൻഗ്രീഡിയന്റ് പതുക്കെ ഒഴിവാക്കി ലോ ഗ്ലൂക്കോസ് ആൾട്ടർനേറ്റീവുകളിലേക്ക് മാറുകയാണ് തങ്ങളെന്നാണ് പെപ്സിക്കോ വ്യക്തമാക്കിയത്. ഇതിനൊപ്പം മൗണ്ടൻ ഡ്യൂവിൽ ഉപയോഗിക്കുന്ന ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിലിനെ കുറിച്ചും യൂറോപ്പിൽ വിവാദമുണ്ടായി. മൗണ്ടൻ ഡ്യൂവിൽ അടങ്ങിയിരിക്കുന്നതിന് ആക്ഷേപിക്കപ്പെടുന്ന കൃത്രിമ നിറമായ യെല്ലോ 5 എന്ന ടാർട്രാസിനെ കുറിച്ച് ഇന്ത്യ അടക്കം അന്വേഷണം നടത്തിയിരുന്നു. പുരുഷന്മാരിൽ ബീജത്തിന്റെ അളവ് കുറച്ച് വന്ധ്യതയ്ക്ക് കാരണമാകുമെന്നാണ് ഈ രാസപദാർത്ഥത്തെക്കുറിച്ച് ആരോപണമുണ്ടായത്. എന്നാൽ ഇത് ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തി പെപ്സിക്കോ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ലോകവ്യാപകമായി 6.6% മാർക്കറ്റ് ഷെയറാണ് നോൺ ആൽക്കഹോളിക് ബീവറേജ് സെഗ്മെന്റിൽ മൗണ്ടൻ ഡ്യൂവിനുള്ളത്. ഇത് പ്രതിവർഷം 1.5% വരെ വേഗത്തിൽ വളരുന്നു. ഒരു ദിവസം 10 ലക്ഷം ബോട്ടിലുകൾ ഇന്ത്യയിൽ മാത്രം വിൽക്കുന്നു മൗണ്ടൻ ഡ്യൂ. ഇളം പച്ച നിയോൺ നിറത്തിൽ കൊതിപ്പിക്കുന്ന രുചിയോടെ അവർ മാറുന്ന വിപണികളിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് പുതിയ ഉയരങ്ങൾ താണ്ടാൻ. ഞാൻ ബിനീഷ് അരവിന്ദൻ. ഇതുവരെ ഒപ്പമുണ്ടായിരുന്നതിന് നന്ദി.